ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. നമ്മുടെ ബ്രെയിനിൻ്റെ ശക്തി നമുക്ക് വികസിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ബുദ്ധിശക്തിയും വികസിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഏത് കാര്യത്തിലാണോ നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നത്, ആ കാര്യത്തിൽ നമ്മുടെ ക്ഷമത വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് കാര്യത്തിൽ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതിൽ നമ്മളുടെ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ പവറും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും, വികസിപ്പിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ വിൽ പവർ അഥവാ ഇച്ഛാശക്തി അതും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലൊരു ഭാഗത്ത് അല്പം ചൊറിച്ചിൽ അനുഭവമാകുകയാണ്. ആ സമയം ഞാൻ ചൊറിയാതിരിക്കുക. ചൊറിയാൻ ആഗ്രഹമുണ്ട്, ചൊറിയണമെന്ന് മനസ്സ് പിന്നെയും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ബുദ്ധി കൊണ്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണ്, ഞാൻ ചൊറിയില്ല, ചൊറിയാതിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ചൊറിച്ചിൽ തീരുന്നു. അത് കേൾക്കുമ്പോൾ ഒരു നിസ്സാര കാര്യമാണ് അല്ലേ? പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ആഗ്രഹത്തിനെ നിയന്ത്രിച്ചു. അത് തീർച്ചയായും നിങ്ങളുടെ വിൽ പവറിനെ കുറച്ച് വർദ്ധിപ്പിക്കും. തോന്നുമ്പോൾ, പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു വലിയ എഫക്റ്റ് ഒന്നും ഇല്ല എങ്കിൽ പോലും സൂക്ഷ്മത്തിൽ അത് നമ്മുടെ ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ശരിക്കും ഇച്ഛാശക്തിയെ വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് അത് മെഡിറ്റേഷനാണ്. ഡെയിലി അരമണിക്കൂറോ 1 മണിക്കൂറോ മെഡിറ്റേഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സങ്കല്പധാരയെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. സപ്പോസ് മെഡിറ്റേഷൻ്റെ അനുഭൂതിയിലേക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനൊന്ന് ഒബ്സർവ് ചെയ്തു, അതിൽ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചു. അതുതന്നെ നിങ്ങളുടെ വിൽ പവറിനെ വർദ്ധിപ്പിക്കും. അതൊരു വിൽ പവറിനെ വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് ആണ്. നിരന്തരം അങ്ങനെ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് ഉയരുമ്പോൾ നിങ്ങളെ മനസ്സ് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും. ചിലവരുടെ സ്വഭാവം മനസ്സിനെ ചിന്തിക്കാറ് പോലുമില്ല. മനസ്സിൽ എന്ത് ചിന്തകളാണ് നടക്കണമെന്നോ ഒന്നും ചിന്തിക്കാറില്ല. എന്താണോ തോന്നുന്നത് അതൊക്കെ ചെയ്യുന്നു. അല്ലാതെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചോ അതിനൊന്ന് ട്യൂൺ ചെയ്യണമെന്നോ അതിൽ ശ്രേഷ്ഠ വിചാരം കൊണ്ടുവരണമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത കുറേ ആളുകളുണ്ട്. പക്ഷേ മെഡിറ്റേഷന് വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയം നമ്മുടെ സങ്കല്പത്തിനെ ശ്രേഷ്ഠമാക്കും, അതിന് ശ്രദ്ധ കിട്ടും, അതിൽ നമ്മൾ ട്യൂൺ ചെയ്യും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും. അത് മനസ്സിൻ്റെ ഒരു എക്സസൈസാണ്, ബുദ്ധിയുടെ ഒരു എക്സസൈസാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വിൽ പവർ വർദ്ധിക്കും. അതുകൊണ്ട് ഡെയിലി കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കൂ. അത് നിങ്ങളുടെ ജീവിതത്തിൽ സുവർണ്ണ സമയമാണ്. അതാണ് നിങ്ങളുടെ വിൽ പവർ വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്. ആ ദിവസവും 30 മിനിറ്റ് സമയം മെഡിറ്റേഷൻ ചെയ്യുന്നവരാരാണോ അവരുടെ വിൽ പവർ വളരെയധികം വർദ്ധിക്കും. അവർക്ക് ഏതൊരു കാര്യവും വളരെ ഇച്ഛാശക്തിയോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും. ഓം ശാന്തി.